പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ സന്ദർശക വിസ റെസിഡൻസി വിസയാക്കി മാറ്റാം. വിദേശികളുടെ താമസ നിയമത്തിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയ പുതിയ നിയമം പ്രാബല്യത്തിലായി. കുവൈറ്റിൽ വിദേശികളുടെ താമസ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ ഭേദഗതി. സന്ദർശക വിസ തൊഴിൽ റെസിഡൻസിയിലേക്കും കുടുംബ റെസിഡൻസിയിലേക്കും മാറ്റുന്നതിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. ഇതിനായി 150 കുവൈറ്റ് ദിനാർ ഫീസ് ഈടാക്കും. ഗാർഹിക തൊഴിലാളികളുടെ വിസ മാറ്റത്തിനും അനുമതിയുണ്ടെങ്കിലും ഇവരെ 150 ദിനാർ ഫീസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും സന്ദർശക വിസയിൽ ജോലിക്കായി എത്തുന്ന സർവകലാശാല ബിരുദമോ അംഗീകൃത സാങ്കേതിക യോഗ്യതയോ ഉള്ളവർക്ക് തൊഴിൽ റെസിഡൻസിയിലേക്ക് മാറാൻ അനുമതിയുണ്ട്. ഗാർഹിക തൊഴിലാളികൾക്കും സമാന വിഭാഗങ്ങളിലുള്ളവർക്കും ഈ സൗകര്യം ലഭിക്കും. കുടുംബ സന്ദർശക വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ കുവൈറ്റിലെത്തുന്നവർക്ക് കുടുംബ റെസിഡൻസിയിലേക്ക് മാറാനും അനുമതി നൽകിയിട്ടുണ്ട്. തൊഴിൽ വിസയിൽ കുവൈറ്റിലെത്തി റെസിഡൻസി നടപടികൾ ആരംഭിച്ച ശേഷം നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് രാജ്യം വിട്ടുപോയവർ 1 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും കുവൈറ്റിലെത്തി തൊഴിൽ റെസിഡൻസി നടപടികൾ പൂർത്തിയാക്കാനും അവസരമുണ്ട്. ഇതുകൂടാതെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ നിർദ്ദേശിക്കുന്ന മറ്റു വിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 14 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച ഒമാൻ. രാജ്യത്തെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. വിദേശികളുടെ താമസ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. 2026 ഓഗസ്റ്റ് 2 ഒമാന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലൂടെയാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. പുതിയ ചട്ടമനുസരിച്ച് നിർദ്ദിഷ്ട രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികൃതർ 14 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസ അനുവദിക്കും. ഏത് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക എന്ന വിശദമായ പട്ടിക അധികൃതർ അധികം വൈകാതെ പുറത്തുവിടുമെന്നാണ് സൂചന. സൗജന്യ വിസയിൽ ഒമാനിലെത്തുന്നവർക്ക് 14 ദിവസത്തെ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുൻപ് മറ്റ് ടൂറിസ്റ്റ് വിസകൾക്കായി അപേക്ഷിക്കാനും അവസരമുണ്ട്. ഇതിനായി നിലവിലുള്ള നിബന്ധനകളും ഫീസുകളും ബാധകമായിരിക്കും. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ 103 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒമാനിൽ 14 ദിവസത്തെ വിസ ഫ്രീ എൻട്രി അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇന്ത്യ അടക്കമുള്ള 25ലേറെ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് US, UK, ഷെങ്കൻ, കാനഡ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലെ സാധുവായ വിസയോ റെസിഡൻസിയോ ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. പുതിയ സൗജന്യ ടൂറിസ്റ്റ് വിസ പദ്ധതി ഒമാനിലെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും രാജ്യത്തേക്കുള്ള അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള സുപ്രധാന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ പൊതുഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടം. പ്രതിദിനം യാത്ര ചെയ്യുന്നത് 19 ലക്ഷം പേരെന്ന് റിപ്പോർട്ട്. 2026 ആദ്യ 6 മാസങ്ങളിൽ മെട്രോ, ടാക്സി, ബസ് തുടങ്ങിയ പൊതുഗതാഗത മാർഗങ്ങളിലൂടെ 34.81 കോടി ആളുകൾ യാത്ര ചെയ്തതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. പ്രതിദിനം ശരാശരി 19 ലക്ഷം ആളുകളാണ് ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ദുബായ് മെട്രോ തന്നെയാണ് ഇത്തവണയും ജനപ്രീതിയിൽ മുന്നിലെത്തിയത്. 13.65 കോടി ജനങ്ങളാണ് 6 മാസത്തിനിടെ മെട്രോയിൽ യാത്ര ചെയ്തത്. മെട്രോയ്ക്ക് പുറമെ ടാക്സികളെയും ബസ്സുകളെയും ജനങ്ങൾ വൻതോതിൽ ആശ്രയിച്ചു. 8.89 കോടി യാത്രക്കാരുമായി ടാക്സികൾ രണ്ടാമതും 8.51 കോടി യാത്രക്കാരുമായി പൊതുബസ്സുകൾ മൂന്നാമതുമുണ്ട്. കൂടാതെ ഷെയർഡ് മൊബിലിറ്റിയുടെ 2.57 കോടി ആളുകളും സമുദ്രഗതാഗത മാർഗങ്ങളിലൂടെ 81 ലക്ഷം പേരും ദുബായ് ട്രാം വഴി 38 ലക്ഷം പേരും യാത്ര ചെയ്തു. ദുബായ് അർബൻ പ്ലാൻ 2040 ഭാഗമായി ഗതാഗത മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് പദ്ധതിയിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.